പത്തനംതിട്ട അടൂരിലെ വസ്ത്രവ്യാപാരശാലയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരനായ ബിജുകുമാറിന് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ പന്തളം സ്വദേശി അഖിൽ മുഹമ്മദിനെതിരെ കേസെടുത്തു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, വലിയ ഗുണ്ടായിസം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ അഖിൽ മുഹമ്മദിന്റെ പശ്ചാത്തലം എന്താണ്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എന്നായിരുന്നു ഈ സംഭവം? ലക്ഷ്മി, കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടൂരിലെ സ്റ്റുഡിയോ എന്ന വസ്ത്രവ്യാപാരശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ബിജുകുമാറിനാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. ബിജുകുമാർ കടമ്പനാട് സ്വദേശിയാണ്, പത്തനംതിട്ട കടമ്പനാട് സ്വദേശിയാണ്. പന്തളം സ്വദേശിയായ അഖിൽ മുഹമ്മദ് എന്ന ആളാണ് ഈ ബിജുകുമാറിനെ മർദ്ദിക്കുന്നതും തെള്ളിയിടുന്നതും. വീഴ്ചയിൽ തോളലിനടക്കം കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇയാൾ ഈ മർദ്ദിച്ച അല്ലെങ്കിൽ ബിജുവിനെ തെള്ളിയിട്ട അഖിൽ മുഹമ്മദ് ഈ കടയുടെ മുന്നിൽ കൊണ്ട് വാഹനം പാർക്ക് ചെയ്യുന്നു. അപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ നിന്നും ആ വണ്ടി മാറ്റിയിടാൻ പറയുന്നു. 2 തവണ സമാനമായ സംഭവം ഉണ്ടായി. 2 തവണ വാഹനം മാറ്റിയിടാൻ പറഞ്ഞതിലുള്ള അതിലുള്ള ദേഷ്യത്തിലാണ് ഇത്തരത്തിൽ തള്ളിയിട്ടതെന്നും മർദ്ദിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ വീഴ്ചയിൽ ബിജുകുമാറിന്റെ തോളലിന് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബിജുകുമാർ നിലവിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ സംഭവത്തിന് പിന്നാലെ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ബിജുവിന്റെ പരാതിയിലാണ് ഈ അഖിൽ മുഹമ്മദിനെതിരെ അടൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലക്ഷ്മി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.